ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2-3 ബണ്ണിരിപ്പുണ്ട്. വൈകുന്നേരത്തെ ചായക്ക് കടിക്കാൻ എന്തുണ്ടാക്കാമെന്നൊക്കെ ഓർത്തിരുന്നപ്പം നമുക്ക് ബണ്ണ് നിറച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും കൂടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 ഉരുളക്കിഴങ്ങുമായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3 ബണ്ണേ നിറച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ബണ്ണ് എത്രത്തോളം നിറക്കാണ്ട് 3-4 എണ്ണമൊക്കെ വേണമെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് അതിൻ്റെ ഐറ്റംസും കൂടി കൂട്ടിയെടുക്കും. ഇത് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് അതിനകത്തേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. നമ്മൾ എണ്ണയിൽ തന്നെ ഇട്ട് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ. തീ കുറച്ച് നല്ല ഇട്ടിട്ട് വേണം നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാൻ. നല്ലപോലെ വഴണ്ടി വരുമ്പോൾ അതിനകത്തേക്ക് തക്കാളിയും കൂടി അരിഞ്ഞതിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. അപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ വലിയ വേവില്ലാത്തതുകൊണ്ട് അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെന്ത് കിട്ടും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ മുളകും പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് മുളകും പൊടി വേണമെങ്കിൽ ലേശം കൂടുതലിട്ട് കൊടുക്കുക. ഞാൻ വലിയ കാര്യമായിട്ട് എരിവിട്ടെടുക്കണില്ല, മക്കൾക്ക് വലിയ എരിവ് പറ്റില്ല ആവശ്യത്തിന്. അപ്പം ഞാൻ അതനുസരിച്ച് മുളകും പൊടി ഇട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി. ഇനി നമ്മൾ ബണ്ണിൻ്റെ നടുക്ക് ഹോൾ ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബണ്ണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം കൊണ്ട് തന്നെ അടച്ചു കൊടുക്കുക. നമ്മൾ പാനിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ബണ്ണും കൂടി അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മളെല്ലാം അതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി ഫ്രൈ ആയി വരുന്നത് വരെ വെക്കുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് ബണ്ണ് നിറച്ചത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കഴിച്ച് നോക്കാം. ചായയുടെ കൂടെ വൈകുന്നേരത്തെ കടി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നിറച്ചത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.